ബസ്, കാറ് പോലുള്ള വാഹനങ്ങളിൽ അധിക സമയം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ പോകുമ്പോഴോ എങ്ങനെയും ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? വയറിനോ തലയ്ക്കോ ഒരു ബുദ്ധിമുട്ട് വഴി തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോഷൻ സിക്നസ്. ഈ ഒരു പ്രശ്നം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ പാർട്ടായിട്ടുള്ള ഇന്നർ ഇയർ അതിന്റെ ഒരു ഭാഗമാണ് ഈ ലേബ്രിന്ത് എന്ന് പറയുന്നത്. നമുക്ക് ബാലൻസിനും അതുപോലെ നമ്മുടെ ഹിയറിംഗ് പ്രോസസ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു പാർട്ടിന് വരുന്ന ഓവർ സ്റ്റിമുലേഷൻ കാരണം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. മോഷൻ സിക്നസ് കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് കേട്ടോ. സ്ത്രീകളുടെ പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ തന്നെ അവരുടെ മെൻസ്ട്രുവേഷന്റെ സമയത്തും, അതായത് പീരീഡ്സിന്റെ സമയത്തും അധികമായിട്ട് കാണപ്പെടുന്നത്. എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടും 2 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലുള്ളവരായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ഈ ഒരു കണ്ടീഷന്റെ സിംറ്റംസ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വയറിനൊരു ഡിസ്കംഫേർട്ട്, ഒരു ഗിഡിനെസ്, തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, അതുപോലെ തന്നെ ഇങ്ങനെ അധികമായിട്ട് കോട്ടുവായ യോണിങ് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കൂടുതൽ സിംറ്റംസ് വരിക. അത് അവസാനം ലീഡ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഓക്കാനത്തിലേക്കും ഛർദിയിലേക്കും നമ്മുടെ നയിക്കും. മോഷൻ സിക്നസിന്റെ പ്രശ്നമുള്ളവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ്. ആദ്യം ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് നോക്കാതിരിക്കുക. അവിടെ ഒരു വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ് വരുന്നത്. അത് ഈ ഒരു കണ്ടീഷനെ അഗ്രവേറ്റ് ചെയ്യുന്നത്, അതായത് കൂട്ടുന്ന ഒരു കണ്ടീഷനാണ്. നമ്മളിങ്ങനെ പോകുന്ന നെയിം ബോർഡുകൾ വായിക്കുക, അതുപോലെ പുറത്തോട്ട് ഇങ്ങനെ കണ്ണോടിക്കുക, അതൊക്കെ ചെയ്യാതിരിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ എടുക്കും. അപ്പൊ നമുക്ക് ഈ തലയ്ക്ക് വരുന്ന മൂവ്മെന്റ്സ്, അതാണ് ഈ ഒരു പ്രശ്നം ലാബ്രിന്തിന്റെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. അത് പരമാവധി ഒഴിവാക്കാൻ നിങ്ങൾ ഫോണിൽ നോക്കാതിരിക്കുക. അതാണ് രണ്ടാമത് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ കഴിയുന്നത് നിങ്ങളൊരു റിക്ലൈനിങ് പൊസിഷൻ, അതായത് മലന്നിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊരു മെന്റൽ ഡിസ്ട്രാക്ഷൻസ് വരുത്തുക, അതായത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലൊരു റിലീഫ് കിട്ടും.